ട്രംപിനെ എങ്ങനെ വിശേഷിപ്പിക്കാം? കച്ചവടക്കാരനായ ഭരണാധികാരി എന്ന് വിളിക്കുന്നതിൽ തെറ്റില്ല. ബിസിനസ്സുകാരൻ്റെ കണ്ണോടെയാണ് ട്രംപ് എല്ലാ കാര്യങ്ങളെയും സമീപിക്കുന്നത്. രണ്ടാം ഊഴത്തിൽ അധികാരമേറ്റയുടൻ അമേരിക്ക ഒരു ബിസിനസ് സ്ഥാപനമാണെന്ന് തെറ്റിദ്ധരിച്ച് നിരവധി പരിഷ്കാരങ്ങൾ കൊണ്ടുവരാൻ നോക്കി. എന്നാൽ കോടതി ഇടപെട്ട് അവയിൽ പലതിനെയും തടഞ്ഞു. രണ്ടാം ഊഴത്തിൽ ട്രംപ് കാണിച്ച ഏറ്റവും വലിയ അബദ്ധം യമനിൽ ആക്രമണം തുടങ്ങിയതാണ്. ഇസ്രായേൽ മിഡിൽ ഈസ്റ്റ് സംഘർഷത്തിൽ അണിയറയിൽ നിന്ന് അരങ്ങത്തേക്ക് എത്തിയതുപോലെ അതോടെ US-നെതിരെ ഹൂതികൾ നേരിട്ട് ആക്രമണം നടത്താൻ തുടങ്ങി. നിരവധി ആക്രമണങ്ങളാണ് US നേരിട്ടത്. നാശനഷ്ടങ്ങളും ഉണ്ടായി. ചെങ്കടലിലെ ഓപ്പറേഷനിൽ US നാവികസേനയ്ക്ക് 3 F-18 സൂപ്പർ ഹോണറ്റുകൾ നഷ്ടപ്പെട്ടു. ഹൂതികൾ F-35 സ്റ്റെൽത്ത് ജെറ്റും US-ന്റെ ഒരു F-16 ജെറ്റും വെടിവെച്ച് വീഴ്ത്തി. 15 MQ-9 റീപ്പർ ഡ്രോണുകളും നഷ്ടമായി. ചെങ്കടലിൽ US-ന്റെ A-35 ജെറ്റ് ഹൂതികളുടെ വില കുറഞ്ഞ മിസൈലുകളിൽ നിന്ന് രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്കാണ്. A-16 ജെറ്റും അപകടത്തിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ടു. US നാവികസേനയുടെ 70 മില്യൺ വിലയുള്ള A-18 ജെറ്റുകളിൽ 3 നഷ്ടമായി. ഒന്ന് സ്വന്തം സൈന്യം തകർത്തു. മറ്റ് 2 ചെങ്കടലിൽ വീണു. വലിയ വിമാനവാഹിനി കപ്പലായ USS ഹാരിസ് ട്രൂമാൻ ഹൂതി ആക്രമണങ്ങളെ മറികടക്കാൻ പെട്ടെന്ന് വെട്ടിത്തിരിച്ചപ്പോൾ 2 F-18 വിമാനങ്ങൾ കളിപ്പാട്ടങ്ങൾ പോലെ ഡെക്കിൽ നിന്ന് വെള്ളത്തിലേക്ക് തെറിച്ചു വീണു. ലോകത്തിലെ ഏറ്റവും മികച്ച നാവികസേനയെക്കുറിച്ചാണ് നമ്മളിത് പറയുന്നത്. 30 മില്യൺ വിലയുള്ള MQ-9 റീപ്പർ ഡ്രോണുകൾ 15 ഹൂതികൾ തകർത്തു. മൊത്തം 700 മില്യൻ്റെ നഷ്ടം. അപ്രതീക്ഷിതമായിട്ടായിരുന്നു മെയ് 6 അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഹൂതികളുമായി വെടിനിർത്തൽ പ്രഖ്യാപിച്ചത്. 2 മാസം നീണ്ട കടുത്ത ബോംബിങ്ങിന് ശേഷമായിരുന്നു ട്രംപിൻ്റെ പ്രഖ്യാപനം. ഒമാനാണ് ഇരു കൂട്ടരുമായും ചർച്ച നടത്തി വെടിനിർത്തൽ സാധ്യമാക്കിയതെന്നായിരുന്നു അന്ന് പുറത്തു വന്ന റിപ്പോർട്ടുകൾ. അമേരിക്കയും ഹൂതികളും തമ്മിലുള്ള വെടിനിർത്തലിന് പിന്നിലെ സൗദി അറേബ്യയുടെ പങ്ക് വെളിപ്പെടുത്തുന്ന റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ്. ഹൂതികളുമായി വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്നതിൽ നിർണായകമായത് സൗദിയുടെ സമ്മർദ്ദമാണെന്നാണ് മിഡിൽ ഈസ്റ്റ് ഐ എന്ന മാധ്യമം പുറത്തുവിട്ട റിപ്പോർട്ടിൽ പറയുന്നത്. അമേരിക്കൻ മുൻ പ്രസിഡന്റ് ജോ ബൈഡനാണ് 2024 യമനിൽ ബോംബാക്രമണം ആരംഭിച്ചത്. അതിനുശേഷം അധികാരത്തിലെത്തിയ ട്രംപ് മാർച്ച് 15 മുതൽ വൻതോതിലുള്ള ആക്രമണത്തിനാണ് തുടക്കമിട്ടത്. സൗദി തുടക്കം മുതൽ തന്നെ ഇതിനെതിരെ സമ്മർദ്ദം ചെലുത്തിയിരുന്നു. എന്നാൽ അത് ഫലം കണ്ടത് കഴിഞ്ഞയാഴ്ചയാണ് എന്നാണ് റിപ്പോർട്ടുകൾ. ട്രംപിൻ്റെ പശ്ചിമേഷ്യൻ സന്ദർശനത്തിന് തൊട്ടു മുമ്പുള്ള ആഴ്ചയിലാണ് വെടിനിർത്തൽ യാഥാർത്ഥ്യമായത്. യമനിൽ ആക്രമണം തുടരുമ്പോൾ തന്നെ അമേരിക്കൻ പ്രസിഡന്റ് സൗദിയിലെത്തുന്നത് തീ കൊണ്ടുള്ള കളിയായിരിക്കുമെന്ന മുന്നറിയിപ്പാണ് സൗദി ഭരണകൂടം നൽകിയത്. പിന്നാലെയാണ് മെയ് 6 പൊടുന്നനെ ട്രംപ് വെടിനിർത്തൽ പ്രഖ്യാപിച്ചതെന്നും മിഡിൽ ഈസ്റ്റ് ഐയുടെ റിപ്പോർട്ടിൽ പറയുന്നു. മെയ് 12 ന്യൂയോർക്ക് ടൈംസ് മറ്റൊരു റിപ്പോർട്ട് പുറത്തുവിട്ടിരുന്നു. യമനിലെ ഹൂതി സംഘത്തെ തകർക്കാൻ ആക്രമണം ആരംഭിച്ചെങ്കിലും അവരെ ഒന്നും ചെയ്യാൻ അമേരിക്കയ്ക്ക് സാധിച്ചിരുന്നില്ല എന്നാണ് ആ റിപ്പോർട്ട്. അമേരിക്കയുടെ സൈനിക ഓപ്പറേഷൻ യമനിൽ പരിങ്ങലിലാണെന്നും അവർ റിപ്പോർട്ട് ചെയ്തിരുന്നു. അമേരിക്ക ആക്രമണം ആരംഭിച്ചതോടെ ഹൂതികൾ അവരുടെ എല്ലാ വിഭവങ്ങളും ഭൂഗർഭ അറകളിലേക്ക് മാറ്റി. അതോടെ യമനിൽ നാശനഷ്ടങ്ങൾ വരുത്താനായെങ്കിലും ഹൂതികളുടെ സൈനിക ശേഷിയെ നശിപ്പിക്കാൻ അമേരിക്കയ്ക്ക് സാധിച്ചില്ല. അതാണ് വെടിനിർത്തൽ പ്രഖ്യാപനത്തിന് യഥാർത്ഥ കാരണമെന്ന് റിപ്പോർട്ട് പറയുന്നു. അമേരിക്കൻ സൈനിക ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ടായിരുന്നു ന്യൂയോർക്ക് ടൈംസിൻ്റെ റിപ്പോർട്ട്. ഹൂതികൾക്കെതിരെ 8 മുതൽ 10 മാസം വരെ നീണ്ടു നിൽക്കുന്ന സൈനിക നീക്കത്തിനായിരുന്നു അമേരിക്കയുടെ പദ്ധതി. എന്നാൽ ട്രംപ് നൽകിയത് 30 ദിവസത്തെ സമയമാണ്. 1 മാസം പിന്നിട്ടപ്പോൾ അവലോകനം നടത്തി. ആ റിപ്പോർട്ടിൽ ഹൂതികൾക്ക് കാര്യമായ നാശനഷ്ടം വരുത്താൻ സൈന്യത്തിനായിട്ടില്ല എന്ന വിലയിരുത്തലുണ്ടായി. മാത്രമല്ല അമേരിക്കയ്ക്ക് വലിയ നാശനഷ്ടം ഹൂതികൾ ഉണ്ടാക്കുകയും ചെയ്തു. ഇതാണ് ട്രംപിൻ്റെ വെടിനിർത്തലിന് പിന്നിലെന്നാണ് സൂചന.